അക്കാലത്ത് ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോക്കിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടി നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ അത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിൽ അകപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ രൂപാന്തരീകരണത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. തപസ് കാലത്തിൻ്റെ 2ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ നമ്മെ ആത്മീയ ആനന്ദത്തിലേക്ക്, സ്വർഗീയ കൃപാവരങ്ങളിലേക്ക് നയിക്കുകയാണ്. ഇന്നത്തെ ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം ധ്യാനിക്കുമ്പോൾ അവിടെ പിതാവായ ദൈവം അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുകയും എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അബ്രഹാമിന് നൽകുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപാവരം അതിൻ്റെ പൂർണ്ണതയിൽ ദർശിച്ച അബ്രഹാം ദൈവത്തോട് പരിപൂർണ വിശ്വസ്തനായി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുകയാണ്. അവൻ്റെ ബലിയിൽ പ്രസാദിച്ച ദൈവം അവനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. അങ്ങനെ അവൻ അനുഗ്രഹീത ജനതയായി മാറി. ഇന്നത്തെ 2ാമത്തെ വായനയിൽ അപ്പോസ്തലനായ പൗലോസ് സാഹോദര്യ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പരസ്പരം നമ്മൾ മാതൃകപരമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും മഹത്തായ മാതൃക നൽകിയത് ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആകയാൽ നമ്മൾ ഭൂമിയിൽ പരസ്പര സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ, സകലരോടും ക്ഷമിച്ചും നന്മ ചെയ്തും കടന്നു പോകുവാനും നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണ അനുഭവം ഉണ്ടാകണമെന്നും അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നുണ്ട്. സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയുടെ മുഹൂർത്തമാണ് നമ്മൾ രൂപാന്തരീകരണ വേളയിൽ കണ്ടത്. അവിടെ യേശു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോകുന്നു. ദൈവത്തിൻ്റെ മുഖത്തിലും ഭാവത്തിലും ക്രിസ്തുവിനെ ദർശിക്കുവാനുള്ള ഭാഗ്യം ആ ശിഷ്യന്മാർക്ക് ലഭിച്ചു. എത്രയോ മഹനീയമായ അനുഭവമാണ്. യഥാർത്ഥത്തിൽ മോശയും ഏലിയായും യേശുവിനോട് സംസാരിക്കുമ്പോൾ ആ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും സംസാരിച്ച വിഷയമാകട്ടെ ഉടനെ കടന്നു പോകുവാനിരിക്കുന്ന ജെറൂസലേമിൽ പൂർത്തിയാക്കേണ്ട അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും കുരിശുമായി യാത്ര ചെയ്ത വ്യക്തിയുടെ പേരാണ് ക്രിസ്തു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയോളം ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനോടൊപ്പം കുരിശ് കാണുന്നുണ്ട്. ശിമിയോൻ്റെ കരങ്ങളിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട നിമിഷം പോലും ആ വന്ധ്യനായ പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാ സകല മനുഷ്യരുടെ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ അവൻ വെളിപ്പെടുത്തും. നോക്കൂ, ക്രിസ്തു ജീവിതത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ലോകത്തിൽ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായി നിലകൊള്ളുകയും ക്രിസ്തുവിൻ്റെ ദൗത്യം മറ്റു മനുഷ്യരുടെ ദൗത്യത്തിൽ നിന്ന് വിഭിന്നമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. രൂപാന്തരീകരണ വേളയിൽ ആ ദൗത്യത്തിൻ്റെ പൂർണ്ണത ലോകത്തിന് കാണിച്ചു നൽകുന്നു. പിതാവിൻ്റെ വത്സലപുത്രനായ അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കാൽവരി മല കയറുവാൻ ശക്തി പ്രാപിക്കുന്ന ഇടം കൂടിയാണ് രൂപാന്തരീകരണ അനുഭവം. പ്രിയ ദൈവമക്കളെ, നമുക്കും പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കുകയും
ദൈവത്തിൻ്റെ തിരിഹിതത്തിന് വിധേയപ്പെടുകയും വേണം. സ്വർഗപിതാവ് വിളിച്ചു പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിനെന്നാണ്. അതെ, പുത്രൻ്റെ വാക്ക് ശ്രവിക്കുന്നവരെല്ലാവരും ഭൂമിയിൽ അനുഗ്രഹീതരാകും, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ യോഗ്യരായിത്തീരുകയും ചെയ്യും. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള സ്വാതന്ത്ര്യം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മെക്കുറിച്ചും സ്വർഗം വിളിച്ചു പറയണം, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രിയാണ്. പരിശുദ്ധമായ ഈ തപസ്സുകാലത്ത് നമ്മുടെ ജീവിതത്തിലെ ദൈവിക കൃപയ്ക്ക് വിരുദ്ധമായ എല്ലാ തിന്മകളെയും പാപ അനുഭവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് രൂപാന്തരപ്പെട്ട് ദൈവമക്കൾ എന്ന ആ മഹത്തായ നാമത്തിന് അർഹരായി തീരുവാനും ദൈവത്തിന് പ്രിയപ്പെട്ട പുത്രിപുത്രന്മാരായി തീരുവാനും അനുഗ്രഹം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.